അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി ബിറിദ്വാനില്ലാ അമ്മാ ബഅദ്. വിശുദ്ധ റമളാനിലേക്ക് നമ്മൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒരുങ്ങാൻ വേണ്ടിയാണ് റജബും ശഅബാനും അള്ളാഹു നമുക്ക് നൽകിയത്. റജബ് നമ്മളിൽ നിന്ന് കഴിഞ്ഞുപോയി. ശഅബാൻ അതിൻ്റെ പകുതിയിലേക്ക് എത്തി നിൽക്കുകയാണ്. വളരെ കുറഞ്ഞ ദിവസം മാത്രമേ റമളാൻ നമ്മിലേക്ക് വരാൻ ഉള്ളൂ. ശരീരവും മനസ്സും പാകപ്പെടുത്തി റമളാനിന് വേണ്ടി നമ്മൾ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ റമളാൻ കൊണ്ട് പരാജയപ്പെട്ടവരായി മാറാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്ക് റമളാൻ കൊണ്ട് വിജയിക്കണം. അതിന് അള്ളാഹു നമുക്ക് തന്ന ഈ ദിവസങ്ങളെ ഏറ്റവും മനോഹരമായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം. നമ്മുടെ മുന്നിലുള്ള വിശുദ്ധ ശഅബാനിലെ ബറാഅത്ത്, ആ ബറാഅത്ത് ദിനം വളരെ ശ്രേഷ്ഠകരവും പുണ്യകരവുമായ ദിനമാണ്. ബറാഅത്ത് ദിനത്തിലെ ഓരോ കാര്യങ്ങൾക്കും വലിയ മഹത്വങ്ങളാണ് അള്ളാഹു നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ബറാഅത്ത് രാവ്, ശഅബാൻ 15-ൻ്റെ രാവ്, ദുആഇന് ഉത്തരം ഉള്ള രാത്രിയായിട്ടാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ആ രാത്രി തുടങ്ങിയത് മുതൽ അള്ളാഹു നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആരെങ്കിലും എന്നോട് പൊറുക്കലിനെ തേടുന്നുണ്ടോ? ആവശ്യ നിർവഹണത്തിന് വേണ്ടി ദുആ ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ എന്ന അർത്ഥത്തിൽ അള്ളാഹു ചോദിക്കും. ഇങ്ങനെ രാത്രി മുഴുവനും നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ, നമുക്ക് പുറത്തു തരാൻ അള്ളാഹു നമ്മളോട് ചോദിക്കാൻ ആവശ്യപ്പെടുന്ന ഒരു രാത്രി വേറെയില്ല. സാധാരണ രാത്രികളിൽ, മറ്റു രാത്രികളിലെല്ലാം പാതിരാത്രിയായാൽ, തഹജ്ജുദിൻ്റെ സമയമായാലാണ് ഇങ്ങനെ ഉണ്ടാവുക. ഹൽ മിൻ മുസ്തഗ്ഫിരിൻ, ആരെങ്കിലും എന്നോട് പൊറുക്കലിനെ തേടുന്നുണ്ടോ എന്ന ചോദ്യം വരിക. ഇതങ്ങനെയല്ല. ഈ രാത്രി മുഴുവനും നമുക്ക് പുറത്തു തരാനായിട്ട് അള്ളാഹു സംവിധാനിച്ച രാത്രിയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ദിക്റുകൾ ചൊല്ലുന്നതോടൊപ്പം സൂറത്തു യാസീനും ദുഹാനും ഓതുന്നതോടൊപ്പം കൂടുതൽ സമയം ഈ രാത്രിയെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ദുആ ചെയ്യാനാണ്.